വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു റവ ലഡു തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് 3/4 കപ്പ് എടുത്തിട്ടുള്ളത്. 1 ഏലക്ക, കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം, കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. പക്ഷെ ഏകദേശം 1 കപ്പിന് മാക്സിമം 1 കപ്പ് വരെ ആവശ്യം വരത്തുള്ളൂ. 3/4 കപ്പ് ഏകദേശം നല്ല മധുരം ഉണ്ടായിരിക്കും. പിന്നെ ഒരു 6-7 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് എത്ര ആവശ്യം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. റവ ലഡു 3-4 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പഞ്ചസാര പാനി കാച്ചി റവ ചൂടാക്കി അതിനകത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റവയിൽ പാലും കൂടെ ചേർത്ത് കുഴച്ച് ഉരുട്ടിയെടുക്കാറുണ്ട്. അത് പെട്ടെന്ന് തന്നെ തീർക്കേണ്ട ഒന്നാണ്, അധിക ദിവസം ഇരിക്കത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാലോ പഞ്ചസാര പാനിയോ ഒന്നും ചേർക്കാതെ റവ പൊടിച്ച് നെയ്യും കൂടെ കുഴച്ചാണ് ഉരുട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. എന്നാലും ഒരുപാട് ദിവസം വച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് അല്ല റവ ലഡു. നെയ്യുടെ മണം കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറി വരും. എന്നാലും ഏകദേശം 4-5 ദിവസം വരെ നമുക്കിത് തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മെത്തേഡ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കി റവയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. റവ ചെറുതായിട്ട് മണം വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് കരിഞ്ഞും പോകണ്ട, ഈ പച്ചമണം മാറിക്കിട്ടുകയും വേണം. കഴിവതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് തയ്യാറാക്കുക. റവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ചെറിയൊരു മണം വരുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അഥവാ റോസ്റ്റ് ചെയ്ത റവയാണ് ഉപയോഗിക്കുന്നത് പോലും ഒന്ന് ചൂടാക്കി വേണം ഇതെടുക്കാൻ. ഒരു ചെറിയ മണം വരുന്നത് വന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡർ ആക്കണ്ട, എന്നാലും ഇതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. അധികം തരിയും വേണ്ട, അധികം ഫൈൻ പൗഡർ ആവേണ്ട. ആ രീതിയിൽ നമുക്കിതിനെ പൊടിച്ചെടുക്കാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. റവ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡറൊന്നും ആവത്തില്ല, ചെറിയ തരിയായിരിക്കും. ഇത് ചെറിയ ചൂടിൽ തന്നെയാണ് ഞാനിത് പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം. പഞ്ചസാര ഏലക്കയും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം റവ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി കാഷ്യൂ നട്ടും കിസ്മിസും ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ഉരുക്കി വയ്ക്കാം. ഒരുപാട് ചൂടാക്കി തിളപ്പിക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ നിന്ന് മാറി നന്നായിട്ടൊന്ന് ഉരുകി കിട്ടണം. നെയ്യ് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്ക് റവയുടെ കൂടെ പൊടിച്ച പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവയും പഞ്ചസാരയും കാഷ്യൂ നട്ടും എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയും പഞ്ചസാരയും ഏലക്കയും കാഷ്യൂ നട്ടും കിസ്മിസും എല്ലാം എല്ലാ സ്ഥലത്തും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് കുറച്ചായിട്ട് ചെറിയ പോർഷനാക്കി മാറ്റിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് ഒന്ന് നനവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാ നെയ്യും മൊത്തത്തിൽ ഒഴിക്കുകയാണെങ്കിൽ റവ എല്ലാം പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. റവ പെട്ടെന്ന് ഡ്രൈ ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നെയ്യിൽ ഈ ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ബാച്ചസ് ആയിട്ട് മാറ്റിയിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് നനയുന്ന പാകമുള്ളതിനെ ഒരു ലഡു ആക്കി നമുക്ക് മാറ്റാം. ഇളം ചൂടിൽ വേണം നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്.
ചെറുതായിട്ട് നനവ് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് ഉരുട്ടി നോക്കുക. അപ്പോൾ നമുക്കത് ഉരുട്ടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആവശ്യാനുസരണം നെയ്യ് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുക. ഇങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ട് ഉരുട്ടി ഉരുട്ടി തയ്യാറാക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് എടുക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് വെച്ചിട്ട് ഇടത് കൈയും കൊടുത്ത് ഇങ്ങനെ ശക്തിക്കൊന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കാൻ ഏത് മെത്തേഡാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 6 ടീസ്പൂൺ നെയ്യാണ് പറഞ്ഞത്. അത് തികയുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഉപയോഗിക്കേണ്ടി വരും. ആവശ്യാനുസരണം നെയ്യ് എടുത്ത് ചെറു ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് എടുത്ത് കുറച്ച് കുറച്ച് നെയ്യ് ചേർത്ത് ഉരുട്ടിയെടുക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് ഞാനിങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരികയാണ്. ഏകദേശം എടുത്ത് വെച്ചിരുന്ന 6 ടീസ്പൂൺ നെയ്യും തീർന്നു. ഇനി വളരെ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഏകദേശം ഇനി ഒരു 1-1.5 ടീസ്പൂൺ കൂടെ വേണ്ടി വരും. അത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. കുറച്ചായിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 8 ടീസ്പൂണിൽ തന്നെ നമുക്ക് അത്രയും തയ്യാറാക്കി എടുക്കാം. അതുകൊണ്ട് കുറച്ചായിട്ട് എടുക്കുക. 1-2 ലഡുവിനുള്ളത് മാവ് ചേർത്ത് വെച്ച് അതിനുള്ള നെയ്യ് ഒഴിച്ച് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ലഡുവും ഉരുട്ടി കഴിഞ്ഞു. ഏകദേശം 8 ലഡുവോളം ഈ അളവിൽ നിന്ന് നമുക്ക് കിട്ടും. നെയ്യ് പ്രത്യേകിച്ചും കുറച്ച് ഒഴിച്ച് തന്നെ അത് തയ്യാറാക്കുക. നമുക്ക് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നെയ്യ് കൂടുതലായിട്ട് വലിക്കും. പിന്നെ നമ്മൾ ആ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാം. 1-2 ലഡുവിനുള്ള കൂട്ട് നീക്കി വയ്ക്കുക. അതിനാവശ്യമുള്ള 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അടുത്തതും ഓരോ ബാച്ചിനായിട്ട് ഇങ്ങനെ ചെയ്ത് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിക്കുക. ഇതിനെക്കുറിച്ചുള്ള കമൻസ് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.